ഞാൻ കൺസിസ്റ്റൻ്റ് ആയെന്ന് കാണുമ്പോഴത്തേക്കിനും അവരുടെ സൈഡിൽ നിന്നൊരു കളിയാക്കലായിരിക്കും ഉണ്ടാകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാമെന്നാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കൺസിസ്റ്റൻ്റ് ആയാൽ പോലും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പല പ്രശ്നങ്ങളാണ്. ഞാൻ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൺസിസ്റ്റൻ്റ് ആവണമെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഞാൻ കൺസിസ്റ്റൻ്റ് ആയെന്ന് കാണുമ്പോഴത്തേക്കിനും അവരുടെ സൈഡിൽ നിന്നൊരു കളിയാക്കലായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും ഈസി ആയിരിക്കും. പക്ഷേ ഒരിക്കലും അല്ല. എവറി ഡേ ഈസ് ഗോയിങ് ടു ബി ഹാർഡ്. ഈച്ച് ആൻഡ് എവറി ഡേ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ചാലഞ്ച് ഫേസ് ചെയ്യും. പിന്നെ ചില ദിവസം നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല, എന്തെങ്കിലും റീസൺ കൊണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാതെ വരും. ചിലപ്പം മേ ബി നിങ്ങൾക്ക് പനി വരാം, ചിലപ്പോൾ ഇഞ്ചറി വരാം. അങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ബ്രേക്ക് ആകും. പക്ഷേ അതൊരിക്കലും ഒരു ബ്രേക്ക് അല്ല. അത് ടെമ്പററി സെറ്റ് ബാക്ക് ആയിട്ട് മാത്രമേ അതിനെ കണ്ടിരുന്നാൽ മതി. നെക്സ്റ്റ് ഡേ വന്ന് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി ബ്രേക്ക് ആവുന്നതല്ല. നിങ്ങൾ ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി, എവറി സെറ്റ് ബാക്ക് ഇസ് ജസ്റ്റ് അനദർ റെപ്പ് ഫോർ യുവർ മൈൻഡ് സെറ്റ്. ഈ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എല്ലാം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മെമ്മറീസിലേക്കും പിന്നെ ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റേ ലോക്ക്ഡ് ഇൻ ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ്. വാട്ട് ഡസൻറ്റ് കിൽ യു മേക്സ് യു സ്ട്രോങ്ങർ. നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ യൂസ് ചെയ്ത കുറച്ച് ടിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കമൻറ്റ് ഫോക്കസ്ഡ്.